ഞാൻ പലപ്പോഴും എനിക്ക് സംഭവിക്കാറുള്ളതാണ്. ഞാനൊരു റൂമിലേക്ക് കയറി ചെല്ലുന്നു കഴിഞ്ഞാൽ ആലോചിക്കുന്നത് എന്തിനാണ് ഇവിടെ വന്നത്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോഴായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നതിന് ശരിയാണല്ലോ, ഇത് സ്ഥിരം പരിപാടിയാണ്. ചില ആൾക്കാരെ മീറ്റ് ചെയ്യാനായിട്ട് പോയിട്ട് ഒരു മുറിക്കകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് എന്തിനാ വന്നതെന്ന് മറന്നു. ഞാൻ എന്തോ ഒരു കാര്യം പറയാനാണ് വന്നത്, സംഭവം വിട്ടുപോയി, ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചെന്നിട്ട് ഫോൺ വിളിച്ച് പറയാമെന്ന് പറയുന്നത്. ഇത് എന്തെങ്കിലും പ്രശ്നമാണോ, മറവിക്കുറവാണോ, അല്ലെ ഓർമ്മക്കുറവാണോ, മറവി രോഗമാണോ? ചില ആൾക്കാർ ഇതിനെ മറവി രോഗമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാറുണ്ട്. മറവി രോഗവും ഓർമ്മക്കുറവും ഒന്നുമല്ല. ഇതിന് ബേസിക് ആയിട്ട് നോക്കിയാൽ ഒരു ഡോർവേ എഫക്ട് എന്നൊക്കെയാണ് പറയുക. ഡോർവേ എഫക്ട് എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ, നമ്മൾ ഒരു സ്പേസിൽ നിന്ന് വേറൊരു സ്പേസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, അതായത് ഇപ്പം ഞാൻ ഈ കോറിഡോറിൽ നിന്ന് ഈ റൂമിലേക്ക് സ്റ്റുഡിയോയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയമാണെങ്കിൽ പോലും ഇതിനകത്തോട്ട് കയറുന്ന സമയത്ത് എൻ്റെ ബ്രെയിൻ ഇതിനെ മൊത്തം സ്കാൻ ചെയ്യുന്ന ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പിൽ പലപ്പോഴും പല പ്രോസസ്സുകൾ നമ്മുടെ ബ്രെയിനത് നടക്കുന്നുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ടൈം എടുക്കും. അവിടെയാണ് പലപ്പോഴും നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് വന്നത് എന്നുള്ളത് മറന്നു പോകാൻ സാധ്യതയുള്ളത്. ഒരു പക്ഷേ കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കാര്യം നമ്മുടെ ഓർമ്മ വരികയും ചെയ്യും. പക്ഷേ പലപ്പോഴും സംഭവിക്കാറുള്ളത്, ചില ആൾക്കാരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ കിട്ടുന്നത് കിട്ടുന്നത് 10 സെക്കൻഡ് നേരമായിരിക്കും. അത് ഇടിച്ച് തള്ളി അതിനകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരേ എൻവയോൺമെന്റിലാണ് കുഴപ്പമില്ല. നമ്മൾ ഒരു മുറിയിൽ നിന്ന് വേറൊരു മുറിയിലേക്ക് കയറുമ്പോഴായിരിക്കും എന്തിനായിട്ട് ഒരു പകപ്പോ അങ്കലാപ്പോ ഒക്കെ ആയിട്ട് മാറുന്നത്. അങ്ങനെയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ടെങ്കിൽ അത് നോർമലാണ്. അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം മനസ്സിലാക്കേണ്ട, കുറച്ച് ടൈം കൊടുത്താൽ ബ്രെയിൻ പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യും. അതല്ലാതെ ഒരു മെമ്മറി ലോസോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എനിത്തിങ് ടു ഡു ഡിമെൻഷ്യ ഒക്കെ പോലുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊന്നും അല്ല എന്നുള്ളത് ഓർക്കുക. ബേസിക് ആയിട്ട് ഇതിന് വേണ്ടുന്നത് അവയർനെസ് ആണ്. ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ബ്രെയിൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസ് പോലെ നിങ്ങൾ ബ്രെയിനിനെ കാണണം. നിങ്ങളുടെ ചുറ്റുമുള്ള വിഷ്വൽസിനെ സ്കാൻ ചെയ്യുന്നു, ഓഡിറ്ററി സ്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു, കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ടച്ച് ആൻഡ് ഫീലിൽ ഉണ്ടാവുന്ന സ്കാൻ, അവിടെ നിൽക്കുന്ന ആൾക്കാർ, അവിടെ ഉണ്ടാവുന്ന സ്മെല്ല്, അവിടെ ഉണ്ടാകുന്ന ടേസ്റ്റ്, ഇതെല്ലാം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി. അപ്പോൾ ഒരു സ്പേസിൽ നിന്ന് വേറൊരു സ്പേസിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആ മോഡൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാനുള്ള, സാധാരണ ഒരു എക്യുപ്മെന്റ് ആണെങ്കിൽ പോലും, എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണെങ്കിൽ പോലും ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഒരു ചെറിയ സമയം എടുക്കുമല്ലോ. ആ ഒരു സമയത്തിൻ്റെയാണ് ഈ പ്രശ്നം ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് കൂടി ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് സ്പേസ് കൊടുത്താൽ അപ്പോൾ തന്നെ അത് ബ്രെയിൻ അത് റീകൂപ്പ് ചെയ്യുന്നുണ്ടാവും.